ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. കാരണം രാവിലത്തെ ഫുഡ് ഉമ്മ വരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവരെ കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ. അല്ലാതെ പിന്നെ ഫുൾ ടൈം നമ്മളിങ്ങനെ ജോലി എടുത്ത് കിച്ചണിലൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും ടൈമില്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ മക്കൾക്കൊക്കെ ഞാൻ ഫുഡെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊറാട്ടയും പിന്നെ നൈസ് പത്തിരിയും ബീഫ് കറിയും ഉന്നക്കായൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞാൻ എന്താ റൈസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷമാണ് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അത്യാവശ്യം ഒരു 8 വിസിൽ വരുത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പുറം ഞാൻ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായപ്പം ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പട്ടയും ഏലക്കായും കുറച്ച് ഗ്രാമ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ റൈസ് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷമാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലേൻ്റെ മേലെ ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ റൈസും പിന്നെ മസാലയും മിക്സായി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഫുഡെല്ലാം മക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ മക്കൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ മക്കൾ കളിച്ച് വരുമ്പോഴേക്കും ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മ കൊണ്ടുവന്ന് തന്നെ ഉള്ളതുകൊണ്ട് ചായ ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ അവർ വീണ്ടും കളി തുടങ്ങി കേട്ടോ. നല്ല കളിയാണ് എല്ലാവരും കൂടെ. അങ്ങനെ ഇപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി എല്ലാവരും റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കൾ കുറച്ച് ദിവസമായി ഹൈലൈറ്റ് മാളിൽ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് മെയിനായിട്ട് അവിടെ ഓരോ ഫേവറേറ്റ് പ്ലേസ് ഉണ്ടല്ലോ, കളിക്കാനായിട്ട് ഗെയിമെല്ലാം സെറ്റാക്കി വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്തായാലും ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടോ അവരെ കളി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴാണ് ഇറങ്ങാമെന്ന് അറിയില്ല. ഞങ്ങളിവിടെ കുറച്ച് നേരം പോസ്റ്റായി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് പിന്നെ എത്ര ടൈം കിട്ടിയാലും മതിയാവാത്ത പോലെ കേട്ടോ. അപ്പോൾ കുറേ സമയമൊക്കെ ഇവരെ കളി കണ്ട് നിന്ന് പിന്നെ ടൈം ഒരുപാടായാൽ പിന്നെ നമ്മൾ എത്താൻ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ വിളിച്ചിട്ടാണെങ്കിൽ ആരും അനങ്ങുന്നില്ല. വീണ്ടും ഓരോന്നിലും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് എന്തോ മടി പിടിച്ച പോലെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.